ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗം സദൃശവാക്യങ്ങൾ 14:29. ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാൻ, മുൻകോപിയോ ഭോഷത്വം ഉയർത്തുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക, മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകുകയുള്ളൂ. യഹോവാഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. ദൈവത്തിൻ്റെ ജ്ഞാനം നിരസിച്ചുകൊണ്ട് തിന്മ ചെയ്യുന്നവർ വിഡ്ഢികളാണ്, അവർ സുരക്ഷിതരല്ല. ജ്ഞാനിയായ മനുഷ്യൻ ഭയപ്പെട്ട് ദോഷം അകറ്റി നടക്കുന്നു. മുൻകോപി ഭോഷത്വം പ്രവർത്തിക്കും. സാഹചര്യങ്ങളെ ശ്രദ്ധാപൂർവം അളന്നു നോക്കി ആവശ്യമുള്ളതുപോലെ മാത്രമേ പ്രതികരിക്കാവൂ. ഭോഷനായ വ്യക്തി ദൈവിക ജ്ഞാനത്തെ അവഗണിക്കുകയും അഭക്തമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുകയും ചെയ്യും. ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെപ്പോലെ സ്വാഭാവികമായി ഗ്രഹിക്കുന്നവയാൽ ഒക്കെ തങ്ങളെ തന്നെ വഷളാക്കുന്നു. ആത്മനിയന്ത്രണമില്ലാത്ത വ്യക്തി ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയെ തടസ്സപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്യും. കോപം നിയന്ത്രിക്കാൻ കഴിയാത്ത വ്യക്തി അനവധി മണ്ടത്തരങ്ങൾ പറയുവാനിടയാകും. കോപം എപ്പോഴും തെറ്റല്ല, കാരണം കർത്താവ് എല്ലാ ദിവസവും ദുഷ്ടന്മാരോട് കോപിക്കുന്നു. ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു, അവൻ ദിവസം പ്രതി കോപിക്കുന്നു. സങ്കീർത്തനം 7:11. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ വിട്ട് ശലോമോൻ തൻ്റെ ഹൃദയം തിരിക്കുകയും യഹോവ കൽപ്പിച്ചത് പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുക കൊണ്ട് യഹോവ അവനോട് കോപിച്ചതായി കാണാം. 1 രാജാക്കന്മാർ 11:9. കൂടുതൽ നേരം അടക്കി ഭരിക്കുന്ന കോപം കയ്പായി മാറും. അത് പിശാചിന് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പ്രവേശനം സാധ്യമാക്കുന്നു. കോപം അനാവശ്യ വഴക്കുകൾ ഉണ്ടാക്കുകയും അനേകം പാപങ്ങളിലേക്ക് വേഗത്തിൽ ഒരുവനെ നയിക്കുകയും ചെയ്യും. കരി കനലിനും വിറക് തീക്കുമെന്ന പോലെ വഴക്കുകാരൻ കലഹം ജ്വലിക്കുന്നതിന് കാരണം. കോപമുള്ളവൻ വഴക്കുണ്ടാക്കുന്നു, ക്രോധമുള്ളവൻ അതിക്രമം വർദ്ധിപ്പിക്കുന്നു. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ അഭിവൃദ്ധി പ്രാപിക്കുവാൻ നിങ്ങൾ പാപകരമായ കോപത്തെ വെറുക്കുകയും അതൊഴിവാക്കുകയും വേണം. ദീർഘായുസ്സുള്ളവൻ മഹാബുദ്ധിമാൻ, മുൻകോപിയോ ഭോഷത്വം ഉയർത്തുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.